warm greetings to all of you who have gathered here today. As you all know, our college has been celebrating the NSS week. Now we have reached the 6th and the final day of our NSS campaign, and I'm pretty sure you all are disappointed, as this was relieved from our studies for a few days. But no worries, we'll have several opportunities in the future. The introduction about NSS has been used way too much for the past few days that it has become a cliche. Therefore, I would like to mention only the highlights that NSS is a selfless service that upholds the vision of not me but you. The NSS provides ample opportunity for the students to engage in services for the community, which ultimately molds us to become a better human being. So, without further ado, I would like to get on with the duty entrusted to me, that is, to welcome you all to this gathering. First of all, I would like to welcome Mr. Navni, Panchayat President of Kwale, Jilla Secretary, and Director of Travancore Titanic Company. I welcome you, sir, to this program. NSS clap! Next, I would like to welcome Dr. Usha, Professor of Department of Gynecology, CSI Karakoram, for joining us this afternoon. I welcome you, ma'am. NSS clap! Now, I would like to welcome Dr. Kavin, Professor of Department of Surgery, CSI Karakoram. I welcome you, sir. NSS clap! Next, I would like to welcome Dr. Leena, Assistant Professor, Department of Neurology, who is well known among our students. I welcome you, ma'am. Next, we have to have taken the time to be a part of this program. I welcome you, ma'am. Last but not the least, I would like to welcome all my seniors, my juniors, and my batchmates to this event. I welcome you all to this gathering. NSS power clap! Once again, I welcome you all and let us. യോഗത്തിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ ഉഷ, മാഡം, ഡോക്ടർ കാർവിൻ, ഡോക്ടർ ലീന, ഡോക്ടർ സുജ ദേവി, അതുപോലെ തന്നെ വളരെ ഭംഗിയായി നിങ്ങളെല്ലാം സ്വീകരിച്ച് സ്വാഗതം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഈ യോഗം തുടക്കം കുറിച്ച് നദിയ, നമ്മുടെ ആന്ധ്രാ അർജുൻ, വെൽക്കം ചെയ്ത ജോയ്സ്, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 1969 NSS രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നത്, ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും ഒത്തുകൂടുന്നത്. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ 4-5 ദിവസം കൊണ്ട് കുറേ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി കുറേ ആളുകൾക്ക് സഹായഹസ്തമായും കുറേ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകിയും ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയും കുറച്ച് അനുഭവങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എന്താണ് NSS കൊണ്ട് ഉദ്ദേശിച്ചത്, അത് നടപ്പിലായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ടതാണ്, അവർ എന്ത് സംസാരിക്കുന്നു, സാമ്പത്തികമായി പിന്നോക്കമുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ പ്രവർത്തനങ്ങൾ കൂടി നിന്ന് ഈ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ചാലക ശക്തിയായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനാണ് NSS രൂപീകരിച്ചത്. അത് ഏറെക്കുറെ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്. നമ്മുടെ സ്കൂളുകളിലും അതേപോലെ നമ്മുടെ ആർട്സ് കോളേജ്, BTM കോളേജൊക്കെ നടത്തിയിരുന്നു NSS ക്യാമ്പ്. അവർ നടത്തിയിരുന്ന ക്യാമ്പ് ഒരു കോളനി പ്രദേശമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോളനി, 330 വീട്. എത്ര സ്ഥലത്താണ്? ഒരു പരമാവധി 35-40 അല്ലെങ്കിൽ ഒരു ഏക്കറിനകത്തേ വരത്തുള്ളൂ. 2 കുടുംബങ്ങൾ ഒരു വീടിനകത്ത് താമസിക്കും. അത് പിന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് വീട് ഒരു 20 വർഷം ആ ക്യാമ്പ് അവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, എന്താ നമുക്ക് അവിടെ ഒരു ക്യാമ്പ് നടത്തുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, പറ്റുമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എന്ന് പറയാം, വളരെ ശേഷി കുറവുള്ള ഒരു സ്ഥലമാണ്. അവിടെ പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളത്, അവിടെ വരുന്ന ജനിച്ചു വരുന്ന പെൺകുട്ടികൾ
അത് വളർന്നു വരുമ്പോൾ അവിടെ അഭിമുഖീകരിക്കുന്ന ഈ മാസമായിട്ടുള്ള ഒരു പ്രൗഢായിട്ടുള്ള ഒരു ഏരിയയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ജീവൻ പ്രശ്നത്തിന് വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം, അതുപോലെ പാർപ്പിടം, അതുപോലെ മറ്റു ഇതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തൊക്കെയുണ്ട്. മദ്യം, മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ NSS എത്രമാത്രം ഉൾക്കൊണ്ടുവെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ചുമ്മാ അങ്ങനെ എഴുതിയെടുത്തിട്ട് പോകും, അങ്ങനെ ഒന്നും അവരെ കൊണ്ട് വലിയ കെയർ ചെയ്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ അവർ കാണുമ്പോഴാണ് കൃത്യമായ ഒരു വിവരം. ഞങ്ങൾ പോലും ഉദ്യോഗസ്ഥരെ വെച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തിൻ്റെ ആളുകൾ, സാമൂഹ്യക്ഷേമ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഇതര സേവനങ്ങൾ ആറാർത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാൽ പോലും കഴിയാത്തത് ഈ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെപ്പോലെ കരുത്താർന്ന സമൂഹം അതിനെ എടുത്തു തന്നു. ഇത്ര കുട്ടികൾ അവരെടുത്തു തന്നപ്പോൾ ഞങ്ങൾ തന്നെ നേടിയിട്ടുണ്ട്. അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള പെൺകുട്ടികൾ വിദ്യാലയങ്ങളിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമാർന്ന ഹാരാസ്മെന്റ് ഉൾപ്പെടെ നിങ്ങൾക്കറിയാൻ കഴിയും. അതുപോലെ ഭക്ഷണമില്ലാത്ത കണം. ഇന്ന് നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. ഞാൻ ജനിച്ചു വീഴുന്നത് ഒരു തറവാടിലാണ്, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അന്ന് 4 ആളുകൾ 4 പെണ്ണുങ്ങൾ, ചിറ്റപ്പൻ, അനിയപ്പൻ, ഇങ്ങനെ ഒരുപാട് ആളുകളായിരിക്കും. ഓണമൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും. പക്ഷെ ഇന്ന് നോക്കും, ഇന്നൊരു അണുകുടുംബമായി മാറി. ഞാനും എൻ്റെ കുടുംബവും 2 മക്കളും എന്ന നിലയിലേക്ക് ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിൻ്റെ അകത്ത് വ്യത്യസ്തമാർന്ന വിഷയങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ NSS ക്യാമ്പ് ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നത്, ഞങ്ങൾ ഇന്ന് വരെ ആ ഭരണമുണ്ടായി സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാൾ വരുമ്പോഴും ആ കോളനി, ആ പ്രദേശം എന്നുള്ള സങ്കല്പത്തെ സംബന്ധിച്ചുള്ള ഒരു ധാരണയിൽ നിന്ന് മൊത്തം മാറി. അപ്പൊ അതാണ് ഒരു NSS കൊണ്ട് ഒരു നാടിനെ തന്നെ ചലനാത്മകമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അവരെല്ലാം വീട്ടിലും പോയി കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വീട്ടിലും നല്ല വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, കാരണം അടുത്തടുത്തുള്ള വീടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഓരോ പ്രദേശത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടന ആയാണ് ഈ NSSനെ കാണുന്നത്. വളരെ ലഘൂകരിച്ചത് അധ്യാപകർ പറഞ്ഞതുകൊണ്ട് ഞാനിത് വന്നു ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതല്ല. ഇന്നത്തെ ലോകം നാളെ എന്താണ് തീരുമാനിക്കുന്നതെന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായിരിക്കണം നാളത്തെ ലോകം, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ആ ലോകം എവിടെ എത്തിയിരിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ശുചിത്വമാകട്ടെ, വ്യക്തിപരമായ നമ്മുടെ ജീവിതക്രമമാകട്ടെ, വിദ്യാലയങ്ങളുടെ ഉയർച്ചയാകട്ടെ, എല്ലാ മേഖലകളിലുമുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ പ്രവർത്തനം ചിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള ക്യാമ്പുകൾ നമ്മുടെ പ്രദേശത്തെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ആ ക്യാമ്പുകളിലെ വളരെ ഗൗരവ സ്വഭാവത്തോടെ കണ്ടിരിക്കുമെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്നത്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനാണ്. ഞങ്ങളും ഈ ക്യാമ്പുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പുകൾ കൂടുതലായി കുട്ടികളെ ചെയ്യുന്നുണ്ട്. പല ക്യാമ്പുകളിലും കാണുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ചാളുകൾ ചാടിപ്പോകും, അവരുടേതായ ഒരു ആക്ടിവിറ്റീസിലോട്ട് പോകും. നമുക്ക് തരുന്ന ഗൈഡ്ലൈൻസ് എന്താണ്? വ്യക്തിത്വപരമായ നമ്മുടെ ഉന്നമനം ഈ ക്യാമ്പ് വഴി ലക്ഷ്യപ്പെടുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്കുള്ള അവൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിന് കൈപിടിച്ചുയർത്തുന്നു. അതോടൊപ്പം സമൂഹത്തെയും. പിന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് തെറ്റായ പ്രവണത സമൂഹം പോകുമ്പോൾ ഞാനെന്ന വ്യക്തി അത് ഉപയോഗിക്കുന്നില്ല, അത് പ്രകാരം എൻ്റെ വീട് ഉപയോഗിക്കുന്നില്ല, എൻ്റെ ചുറ്റുപാടില്ല, സമൂഹമില്ല എന്ന തരത്തിലേക്ക് കൊണ്ടുപോകും. ഒരാഴ്ച മുമ്പ് ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് 8:30 ഞാൻ അവിടെ എത്തി. വധുവരന്മാർ നല്ല ഹാപ്പി ആയിരിക്കുന്നു. അവരടുത്ത് പോയി ഞാൻ സാധാരണ സെൽഫി എടുക്കാറുണ്ട്. നവമാധ്യമത്തിലൊക്കെ ഇത്തിരി ആക്ടിവിറ്റീസിലുള്ളതുകൊണ്ട് നോക്കിയപ്പോൾ 2 പേരും ഫിറ്റാണ്. ഞെട്ടിപ്പോയി. അവരൊരു കൾച്ചർ എന്ന് പറഞ്ഞത് ഹൈ ലെവൽ റേഞ്ചിലുള്ള ഒരു കൾച്ചറിലേക്ക് മാറ്റപ്പെട്ടു. നോക്കിയപ്പോൾ ഫിറ്റെന്ന് പറഞ്ഞത് നോർമൽ അവരെ കുറച്ച് കഴിച്ചിരുന്നു. അപ്പോൾ മദ്യം എന്ന ഉപഭോഗം പോലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് സ്റ്റാറ്റസിന്റെ ഭാഗമായി അനിവാര്യതയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അവർ ജോലി ചെയ്യുന്നതെല്ലാം നമ്മുടെ ഒരു ഹൈറേഞ്ച് ഒരു അടിസ്ഥാനത്തിൽ നമുക്കറിയാമല്ലോ, ടെക്നോ പാർക്കിന്റെ മേലുള്ള തൊഴിൽ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ,
അവർ അപ്പോൾ എല്ലാ മുൻതലമുറക്കാരും ആ കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്നു. അവർ അങ്ങനെ നിൽക്കുകയാണ്, ചിരിയും കളിയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ആടിയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് പോലും ഇന്നത്തെ സമൂഹം പോലും നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി ഇതൊരു അനിവാര്യതയിലേക്ക് എത്തപ്പെടുന്നു എന്ന ഒരു ദാരുണമായ വേദനാജനകമായ ഒരു അന്തരീക്ഷം കൂടി നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സ്കൂളുകൾ നോക്കും, കൊച്ചുകുട്ടികൾ ഒരു ക്യാപ്സൂൾ പോലെ മയക്കുമരുന്ന് കൊടുക്കും. എത്ര ഭംഗിയായി. ഞാൻ നിങ്ങളുടെ അവിടെ ഒരു സ്കൂളിൽ ആദ്യത്തെ 6ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിയാണ്. അവൻ്റെ വയസ്സ് എത്ര ഉണ്ടാവും? 11 വയസ്സുണ്ടാവും. അവൻ്റെ ആദ്യ ദിവസം വന്ന ഉടനെ പറയുകയാണ്, തൊട്ടടുത്ത് അളിയാ നമുക്കൊന്ന് കറങ്ങാൻ പോകുന്നത്. 11 വയസ്സുകാരൻ. എന്താ അപ്പോൾ അവൻ്റെ ചോദിച്ചു എന്തിനാണ്? ഒരു 500 രൂപ നീ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് അവനവിടെ അടിച്ചു വന്നാൽ നമുക്കൊന്ന് കറങ്ങിട്ട് ഒരളിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് പോലെ നവമാധ്യമ ഈ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ, കോവിഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാം തടവറയിലായിരുന്നു. സൂക്ഷ്മമായ ഒരു ജീവി, അത് നമ്മളെല്ലാം പിടിച്ചുലച്ചു. ഈ ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ഉറ്റവരും പ്രിയപ്പെട്ടവരെല്ലാം മരണപ്പെട്ടു പോയി. അതിനി എങ്ങനെ വരുമെന്നറിയില്ല. ഇന്ന് ഞാനും നിങ്ങളും എത്ര പേർക്ക് കോവിഡ് ഉണ്ടെന്ന് പോലും ഈ ഹാളിൽ ഇരിക്കുന്നവർക്ക് നമുക്കറിയില്ല. ആ നിലയിലേക്ക് എത്തപ്പെടുമ്പോൾ നവമാധ്യമവും കുട്ടികൾക്ക് പഠിക്കാൻ മൊബൈലുമായി നമ്മൾ വീട്ടിലെത്തിയില്ലേ? ആ വീട്ടിലെത്തിയപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമെല്ലാം അതുവഴി കാണുകയും കുട്ടികളുടെ മനസ്സിൽ നമുക്ക് വിനോദം, മദ്യം, മയക്കുമരുന്ന് പോലും ഉപയോഗിക്കുക എന്നതിലേക്ക് സ്വീറ്റ്സ് പോലെയാണ് ആ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നാൽ, നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ഓരോ ഇടപെടലുകൾ നടത്തുമ്പോൾ, ഓരോ ഇടത്തെത്തുമ്പോൾ ഇതുപോലുള്ള ആളുകൾ വന്നാൽ അവരെ തിരുത്താനും അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഒരു കൈ പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ജയിൽ 22 വയസ്സായ ഒരു യുവാവ്, അവൻ അറിയാത്ത ഒരു കാരണം കൊണ്ട്, തെറ്റ് ചെയ്യാത്ത ഒരു കുറ്റം കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പരോള് ലഭിക്കുകയാണ് അദ്ദേഹത്തിന്. ആ പരോള് ലഭിച്ചപ്പോൾ അദ്ദേഹം ജയിലിന് പുറത്തിറങ്ങി വന്ന് ആഗ്രഹിച്ചു, സ്വന്തം വീട്ടുകാരോട് പോകണമെന്നല്ല, എനിക്ക് ഈ ലോകത്തിൽ ആരെയും കാണേണ്ടതില്ല, ഞാൻ ഒറ്റപ്പെട്ട ഏതെങ്കിലും ആരും എന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് എനിക്ക് 14 ദിവസം ചെലവഴിക്കപ്പെടണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. ആ റൂമെടുത്തു, വീടെടുത്തു, അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ ജനലൊന്ന് തുറന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് കൈ ഉയർത്തി കാണിച്ചു. ഇദ്ദേഹം വാതിലങ്ങ് കൊട്ടിയടച്ചു. 21 വയസ്സുകാരൻ. അവൻ പറഞ്ഞു, എൻ്റെ ജീവിതം ഞാനറിയാത്ത കുറ്റം കൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ ലോകം ഇനി കാണുകയേ വേണ്ട, ഞാൻ ഈ ലോകത്തോട് എൻ്റെ വാതിൽ അടയ്ക്കുകയാണ്. 2ാമത്തെ ദിവസം വീണ്ടും വാതിൽ തുറന്നു. ആ പയ്യൻ കൈ ഉയർത്തി കാണിച്ചു. കൊച്ചുകുട്ടി പുറത്തു നിന്ന് അടുത്ത വീട്ടിലെ കൈ ഉയർത്തി കാണിച്ചപ്പോൾ അറിയാതെ ഇദ്ദേഹം കൈ ഉയർത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാഠിന്യം പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു. 3ാമത്തെ ദിവസം ഇദ്ദേഹം തന്നെ ജനൽ തുറന്ന് ആ കുട്ടിയെ നോക്കുകയാണ്, പുഞ്ചിരിയോടെ നിൽക്കുന്നത്. പിന്നെ പതിയെ പതിയെ അവർ സൗഹൃദമായി. ആ കൊച്ചു ബാലൻ ഈ 21 വയസ്സായ ആളുടെ അടുത്തെത്തി. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആരോടും സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വെറുക്കപ്പെട്ടവനാണ്, എന്നെ മാറ്റി നിർത്തേണ്ടതാണ്. ആ കൊച്ചുകുട്ടി പറഞ്ഞു, നിങ്ങൾ ഇത്രയും താടിയും ഇതെല്ലാം മുടിയുമെല്ലാം വളർത്തിയിരിക്കുന്നു, ഇപ്പോഴത്തെ ജനറേഷനക്കാരാണ്, എല്ലാം വളർത്തിയിരിക്കുന്നു. എൻ്റെ അമ്മ പറയാറുണ്ട്, ഇത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ യേശു ക്രിസ്തു? ഞാൻ യേശുവല്ല, ഞാനൊരു യൂദാസാണ്, വെറുക്കപ്പെട്ടവനാണ് ഈ നാട്ടിൽ. അങ്ങനെ ഈ യൂദാസിനെ നോക്കി നീ എന്തിനാണ് യേശു എന്ന് പറയുന്നത്? ഇല്ല, ഇതാ യേശുവാണ്. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ആ ഫോട്ടോ കണ്ടു, ഇത് യേശു. അന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു മാലാഖയായി വന്നിറങ്ങി. ഞാൻ വെറുക്കപ്പെടേണ്ടവനല്ല, എനിക്കിങ്ങനെ ഒരു മാറ്റമുണ്ട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് അവന് മാലാഖയുടെ ചിറകുകളില്ല, അവന് മാലാഖയുടെ വെള്ള വസ്ത്രങ്ങളില്ല. പക്ഷേ ദൈവം മാലാഖയെ പോലെ അവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. അവൻ തിരിച്ച് ജയിലിൻ്റെ വാതിൽ തുറന്നകത്തു പോകുമ്പോൾ എനിക്ക് തിരിച്ചു വരണമെന്ന് വിശാലമായ ഈ ലോകത്തിലേക്ക് ആ മാലാഖമാരായി ഒരുപാട് പേരെ സഹായിക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ മാലാഖമാരായിട്ടുണ്ടാവും?
നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് ഈ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. പക്ഷെ പലതിലും നമ്മൾ മുഖം തിരിഞ്ഞ് നിന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ തിരിയാൻ പാടില്ല. ഇതുപോലുള്ള ചെറിയ സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ആശ്വാസവാക്കുകളിലൂടെ അവരുമായി ഇടപെടുന്നതിലൂടെ അവരെ ഒരു മുഖ്യധാരയിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഓരോ മാലാഖമാരാവണം എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇതുപോലെയാണ് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു അഗതി മന്ദിരമുണ്ട്. സ്ഥിരമായി ഈ അഗതി മന്ദിരത്തിലേക്ക് പോകാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് രണ്ടാമത്തെ മകൾ ജനിക്കുമ്പോൾ അവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ 8 മാസം കഴിഞ്ഞ് എൻ്റെ ഭാര്യയിൽ നിന്ന് അവളെ അകറ്റിക്കൊണ്ടുപോയി. അവൾക്ക് മരണപ്പെട്ടു പോയി, ഇവിടെ ജനിച്ച്. അപ്പോൾ അതിനുശേഷം എല്ലാ നല്ല ദിനങ്ങളും ഞാൻ ഇതുപോലുള്ള വേദികളിൽ പോകാറുണ്ട്. നമ്മളെല്ലാവരും പോകണം. ജനിച്ചു വീഴുമ്പോൾ കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, ആരോഗ്യം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം അവരറിഞ്ഞുകൊണ്ടാണ് അതിന് വരുന്നത്. അവരാരും അറിയാതെ ജനിക്കുമ്പോൾ അവർക്ക് കുറവുകൾ വരുന്നു. അവരെ നമ്മൾ വിളിക്കുന്നു അയ്യോ പാപം, ഭിന്നശേഷിയില്ല. അങ്ങനെ സഹതാപം പറയേണ്ടവരല്ല, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരു ഓർഫനേജിൽ നമ്മുടെ ഒരു സാമ്പത്തിക മകരത്തിൽ പോവുകയുണ്ടായി. ആ പോയപ്പോൾ അവിടെ ഒരു 50-60 വയസ്സുള്ള ഒരു കാല് ശേഷി കുറവുള്ള ഒരു പിതാവ് അവിടെ പുറത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴാണ് കണ്ടത്. എന്നൊന്ന് സംസാരിച്ചു, എന്താണെന്നൊക്കെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു യുവാവ് വരുന്നു, നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത്. അദ്ദേഹം വരുന്നു, 4000 രൂപയുടെ റെസിപ്റ്റ് അടച്ചിട്ട് പുറത്തിരിക്കുന്ന മനുഷ്യനെ അവിടെ നോക്കിക്കൊള്ളാൻ പറയുകയാണ്. ഓരോ മാസവും ഇത്ര രൂപ വെച്ച് ഞാൻ അയച്ചു തരാം, ഇദ്ദേഹത്തിന് നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇദ്ദേഹം ഒന്നും പറയാതെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ അച്ഛനെയും കൊണ്ട് അവിടുത്തെ മാനേജർ ഒരു സ്റ്റാഫ് നേഴ്സുണ്ട്, സെക്യൂരിറ്റിയുമായി റൂമിലേക്ക് ഉണ്ട്. ഇദ്ദേഹം വീണ്ടും കരയുന്നത് അവർ വന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യമൊക്കെ പോയി സംസാരിച്ചു, പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിങ്ങനെ സമ്പാദിച്ചു ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇടറി പറഞ്ഞു, ആ പോയ പയ്യനറിയാം. ഞാൻ പറഞ്ഞു അല്ല, അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ പൊതുപ്രവർത്തകനാണ്, നിങ്ങൾ ആരോഗ്യമില്ലാത്തത് കൊണ്ട് കൊണ്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞു എറണാകുളത്തെ ഏറ്റവും നല്ല നിയമ കോടതി, നമ്മുടെ ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ പേര് ഞാൻ പറയുന്നില്ല. അവൻ എൻ്റെ മൂത്ത മകനാണ്. 62ാമത്തെ വയസ്സ്, അസുഖം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു എനിക്കിവിടെ വെച്ച്. 62ാമത്തെ വയസ്സിൽ ആ പിതാവിനെ കൊണ്ട് വന്ന് മകൻ ഏൽപ്പിച്ചിട്ട് 4000 രൂപയും കൊടുത്ത് 62 വർഷത്തെ അല്ലെങ്കിൽ 40 വയസ്സ് വരും അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു പോവുകയാണ് ഈ കാലഘട്ടത്തെ സമൂഹം. 1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വരും അദ്ദേഹത്തിന്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിത ലഹരിയിലോട്ടുള്ള യാത്രകൾ തുടങ്ങി. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഇതിലുമെല്ലാം നേരാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന അവസരം എപ്പോഴെങ്കിലും കിട്ടിയാൽ ഇവരോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ജീവിതത്തിനുള്ള വ്യത്യസ്തമാർന്ന അനുഭവങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ആശുപത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ഒരു നേഴ്സുണ്ട്, അവരുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആശുപത്രിയിലകത്ത് അവർ ചില ദിവസങ്ങളിൽ പൂക്കളുമായി വരുന്നത് കാണും. ആ നമ്പർ എന്ന് പറയുന്നത് 7ാം നമ്പറാണ്. ആ വാർഡിൽ ആരുമില്ലാത്തവർ അവിടെ കൊണ്ടിടും. മരണമെത്തുമ്പോൾ ആംബുലൻസ് വരും, അവരെ കൊണ്ട് ചുടുകാടിലോട്ട് പോകും. അതൊഴിച്ചൊരു ദൃശ്യവും അവർക്ക് കാണാൻ കഴിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു. അവരുടെ ഇടയിലേക്ക് ഒരു മാലാഖയായി ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. പൂക്കളുമായി ചിരിയോടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവർ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ അവരെ പരിചയപ്പെട്ടു. എന്ത് വലിയ മനസ്സാണ്! ആ പൂവെന്ന് പറയുന്നത് നിസ്സാരമായിരിക്കാം, പക്ഷെ അവിടെ കിടക്കുന്ന ആ ജയിലറ പോലെ എൻ്റെ മരണവും കാത്ത് ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പൂക്കളുമായി ചെറുപുഞ്ചിരിയോടെ വരുന്നതിൻ്റെ വലിയൊരു മനസ്സും വിശാലമായ ലോകവും അവർക്ക് കാണാൻ കഴിയും. ആ ലോകം നമ്മുടെ മുന്നിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രായം ഈ വയസ്സ് 40 വയസ്സ് വരെ എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള കഴിവാണ്. പക്ഷേ മുതിർന്നവർക്ക് മുമ്പ് അധ്യാപകരായിരുന്നു, അവർക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്തുണ്ടെങ്കിലും നോ പറയും അല്ലേ? ഇപ്പൊ നമ്മളാരും നോയല്ല, നമുക്ക് തീരുമാനിക്കുന്നതാണ് ശരി. ആ ശരിയോടൊപ്പം സഞ്ചരിക്കാനാണ് നമ്മുടെ കൈയും കാലും മനസ്സും സഞ്ചരിക്കുന്നത്. ആ സമയത്തിൽ എൻ്റെ വ്യക്തി ജീവിതം മുറുകെ പിടിച്ച് എൻ്റെ കരിയർ
കളയാതെ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ മാലാഖമാരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഇന്ന് നമ്മൾ കണ്ടു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായി നിങ്ങൾ ഓരോരുത്തരും മാറും. ഇന്നത്തെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ നമ്മളൊരു സൗഹൃദമായി അല്ലേ? ആ സൗഹൃദ വലയത്തിലെത്തി ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മൾ പരസ്പരം പരിചയപ്പെടും. അപ്പോൾ പറയണം, അന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഞാൻ മാറി വെച്ചു. അപ്പൊ വീട്ടിലെ അച്ഛനമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് മാറിയെങ്കിൽ എനിക്ക് അറിയാമെന്നാണ് പറയുന്നത്. ഞാൻ ആരെയും ആ കാര്യങ്ങളോട് പരസ്യ സ്നേഹത്തോടെ കാണുന്നവരുമുണ്ട്. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെ ദ്രുതഗതിയിൽ പോവുകയാണ്. എനിക്ക് 43 വയസ്സാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുന്നതല്ല ഇന്ന് 11 വയസ്സായ പുതിയ തലമുറ ചിന്തിക്കുന്നത്. അവൻ ഇന്നത്തെ ആധുനിക ലോകത്തെ കൂടുതലായി അവൻ്റെ വിരൽത്തുമ്പിൽ കാണുന്നു. നിങ്ങൾ ഇത് വിവാഹമെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികളെല്ലാമായി പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ തലമുറ ചിന്തിക്കുന്നത് അതിനും അപ്പുറത്തുള്ള ലോകത്തേക്കായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തണം. NSS ക്യാമ്പ് ഞാൻ കൂടുതലായി പറഞ്ഞ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ആളുകളിൽ പറയും, ഒന്ന് നിർത്തിയതെങ്കിൽ നമുക്കൊന്ന് ചുരുക്കി എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാം എന്ന് മനസ്സിലിരിക്കുന്നവരുണ്ട്. ഞാൻ ഇതേപോലെ വന്നവരുണ്ട്. ഞാൻ ചുരുക്കുന്നു. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മദ്യം മയക്കുമരുന്നത് നമുക്ക് ഉപയോഗിക്കാനും അത് ഉപയോഗിക്കുന്നവരെ നമുക്ക് തടസ്സപ്പെടുത്താനും കഴിയണം. ജീവിതത്തിൽ സത്യസന്ധത, കൂറ്, നീതി ഇതെല്ലാം പുലർത്തണം. നല്ല മാലാഖമാരായി നിങ്ങൾക്ക് ദീർഘായുസ്സും ആയുസാരോഗ്യവും നല്ല തൊഴിലിടവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം ഞങ്ങളെപ്പോലെ നല്ല രാഷ്ട്രീയക്കാരായി നല്ല പ്രവർത്തകരായി സന്നദ്ധതയോടെ സമൂഹത്തിനെ സഹായിക്കാനുള്ള കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ആളുകളായി കൂടി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ എളിയ യോഗത്തിൽ അർഹത ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നിരുന്നാലും എന്നെ ക്ഷണിച്ചു, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ വന്നു. എനിക്കിവിടെ സംസാരിക്കാൻ അവസരം തന്ന നിങ്ങൾക്ക് എൻ്റെ എളിയ പുല്ലേൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നെഞ്ചോട് ചേർത്ത നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. Anything you do to the least of my brethren, you do it for me. So I appreciate all the students who have come forward in this service work. Whatever you do, it's accounted there. So whatever you do for mankind is what you do to God. Keep doing as you go in your life journey. Whenever you get opportunities or create opportunities, as he said, to do service to mankind. Deshma, and to please come forward as well. Of COVID pandemic, certain situations we have witnessed directly from Chennai. One of them was, as people were continuously dying, nurses, residents, doctors and even PGs were constantly being posted in the COVID wards, calling them the frontline warriors. But because we are all committed to the profession, nobody murmured, nobody opposed, willingly or unwillingly. They all started continuing to work as frontline warriors. Many house surgeons died, many doctors died, even very senior faculty like neurosurgeons died. When people tried to bury one senior doctor, the crematorium was not even offered. People started pelting stones on the ambulance and at the dead body of a neurosurgeon. This happened in Madras. In spite of that, people posted in these wards continued to work happily because they had a commitment to the profession. This is happening in one side. By the same time, in one of the medical colleges, private medical colleges in Tamil Nadu, some 27 postgraduates, together with their parents, wrote a petition or wrote something like a letter to the dean saying, "We have not sent our wards to this college, paying a huge sum as fee to die as frontline warriors. We don't want our children to be posted in the COVID wards." That was the response of some of the postgraduates, doctors and their parents. This is happening in the other side. When this was the situation, one senior nurse, 55 years old lady,
just had 3 years to retire. She said, I would like to work as a frontline warrior in one of the government medical colleges. She applied the superior officer to post her there in that place. Everybody said, what are you doing? Something foolish. You are about to retire, you have a family, you have already bronchial asthma and diabetes. You won't die. Why are you going there? She said, I am committed to my profession. I selected this profession only to serve people. So I will take up that place. So she was transferred from a peripheral hospital to Madras Medical College. She worked there as a frontline warrior with COVID people, helped many people to come out of the pain and suffering. Finally, she contracted the infection and died. In my previous college, in this Kanyakumari Government Medical College, we had a ward called isolation ward. The isolation ward actually is meant for segregating people, sick people who have infectious diseases like tetanus or rabies, like that, so that they will be secluded in a separate ward called isolation ward. In my college, the isolation ward was really not serving that purpose, but what we keep there is all their homeless, beggars, and psychiatric patients walking around the place of Nagarkoil or Kanyakumari. The would not take the ambulance will be carrying these people and dropping them in the government hospital. Actually, maybe they may not be having some sicknesses or disease. Doctors won't go to that ward for rounds because they are not sick people. But they have some other problem. They will be lying on by the side of the road. Ambulance fellows will see the people and carry them to the hospital. That is called isolation ward. If you go to there one day, go to that ward, there will be all stinging in one day. These people will be stinging. You won't like to touch them. But if you go there on the next day, there will be somebody sitting, all the hair well cut, face nicely shaven off, wearing some clean dress. You will ask, who is this patient? 3 nurses there, constantly posted only in the isolation ward. All in 3 shifts, they will be there. They will take care of these people. They will give a nice wash, shave off the beard and everything, cut the hair, keep him nicely on a cot, feed them also. Many of them are psychiatric people, they will feed them also. And these 3 nurses always had this as a commitment for their profession. Sincerely doing that for a long time. Maybe still, if I go to that ward today, maybe they will be continuing there in the same ward. I am telling this to you because the profession needs lot of commitment, sympathy and passion to your patients. There are so many professions, MA, MSc and all that, where you will be employed as a professor or as a teacher, you will be drawing monthly salary. But this profession particularly needs sympathy and a kind attitude towards your patient. Now, if you all here, if I ask you, why did you select this profession of nursing? You will be saying, maybe that I may not spend even a single day after completing this course without drawing a salary. I will be immediately employed somewhere, I will be drawing a salary. Or I will go abroad, Gulf, England or America, and I will be getting a nice job there and my salary. Wherever you go, maybe you are in India or England, but all that you do is, you will be all the time helping somebody to come out of their pain and suffering, the patients. So, these students coming here, sitting with that attitude, they have to be molded into a mature, very sympathetic nurse. That job of molding these people is in the hands of the faculty. I am seeing this, the effort is really nice. NSS, in the name of NSS, you have taken up a task of collecting some money and contributing it to a needy person. Really, I see the sympathetic attitude. You have developed 2 things in the student's mind. One is a nature of helping. Second is, a single person it may not be possible to achieve this by a single person, but a collective effort can achieve great things. These 2 things you have inculcated into the minds of your student. I really appreciate this attitude of the faculty very much. Now, I remember Mother Teresa saying once, every time I touch a sick and needy person, I touch the suffering body of Jesus Christ. Maybe Mother Teresa was actually not a nurse. She was a nun, Catholic nun. She came to India to serve the sick and needy people. This attitude of Mother Teresa, I think, might have carried on her for a long time to do the job and achieve the
passion of her life. I request you, all the faculty sitting here, to inculcate this idea into the minds of your students who are going to be the future nurses, so that the future profession of nursing will be really a devoted one, and the profession will continue to be a noble one in the future. Thank you very much for the nice opportunity. Thank you very much. Thank you, sir. I request Mrs. Sharon, Associate Professor, CSI College of Nursing. Power clap. I thank Director and the Nursing College Principal and all the faculties to giving me this opportunity to come here. Before starting anything, I know it's a talk about NSS, but എനിക്ക് കുറച്ച് കാര്യങ്ങൾ നഴ്സിംഗ് കോളേജിലൂടെ പറയാനുണ്ട്. Because when I joined Karakoram, I have one special thanks for the nursing college. That is when first time I had planned few awareness program for our department last year. That was for epilepsy awareness and stroke awareness. രണ്ടിലുമേ എനിക്ക് ഫുൾ ഹാൻഡ് സപ്പോർട്ട് തന്നത് ഹോൾ കോളേജിൽ അത് നഴ്സിംഗ് കോളേജ് ആയിരുന്നു. And I'm very thankful for that. Because I can never forget that. Basically അത് എല്ലാവരെയും ഫോക്കസ് ചെയ്തപ്പം only people, like even still I have in front of my OP all the charts which was made by the students. So thanks once again, and I hope if God permits we'll have more events in the coming days. Second thing is എനിക്കൊരു ചെറിയ advice ഉണ്ട്. I have like 2004 after finishing my MBBS I worked in different hospitals, both house agency in general hospital, but then in corporate hospitals I worked and have been as patient also. പക്ഷെ അവിടെ എല്ലാം കാണാത്ത ഒരു പ്രത്യേകത ഞാൻ കാരക്കോളത്ത് കണ്ടിട്ടുണ്ട്. And I want the students and the future generation to follow that. What is it എന്ന് ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് in life was for the nursing. That is during my house agency. I did my MBBS outside. So ഇവിടെ we were not getting stipend when I was doing my house agency in the government in the general hospital. So part time ആയിട്ട് ഞാൻ KIMS nursing I was taking evening classes. That was the first teaching experience in my whole life was for the nursing college and school and the paramedic. അത് കഴിഞ്ഞ് വർഷങ്ങൾ പോയി അവിടെ തന്നെ ഞാൻ PG ചെയ്യുമ്പോൾ സെയിം സ്റ്റുഡൻസ് ഹു ഐ തോട്ട് ഇപ്പോഴും ഉണ്ട്. ദേ ആർ ദ ഇൻചാർജ് നഴ്സസ്. ഓക്കെ, ദാറ്റ് ഈസ് വിത്തിൻ 10 years ഗ്യാപ്പ്, വിത്തിൻ 5-6 years. സോ പക്ഷേ അവർ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് വി ആർ എ PG, ദേ ആർ ദ മെയിൻ ഇൻചാർജ്, DNO പോസ്റ്റ്. അവിടെ എല്ലാം കാണാത്ത ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വന്ന് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും 17 years എക്സ്പീരിയൻസ്, മോഡൽ സിസ്റ്റേഴ്സ്, ബട്ട് എ വെരി ഹംബിൾ. അത് ഞാൻ ഒരിടത്തും കണ്ടില്ല. നോട്ട് ഈവൻ ഇൻ അപ്പല്ലോ, നോട്ട് ഇൻ ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് നമ്മൾ പേഷ്യൻസ് ആയിട്ടായാലും ഒരു കണ്ടിട്ടില്ല. നോട്ട് ഇൻ എനി ഓഫ് ദ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇപ്പോഴും അവിടെ പോയാൽ അവിടുത്തെ നഴ്സിംഗ് ഐ മീൻ എക്സ്പെഷ്യലി ഫാക്കൽറ്റീസ്, പ്രിൻസിപ്പൽ എല്ലാം കണ്ടാൽ ദേ ആർ വെരി ഡിഫറെൻറ്റ്. ഇവിടെ ഭയങ്കര ഹംബിൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അതായിട്ട് പറയുന്നതല്ല, ഇത് എൻ്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ്. ഐ കുഡൻ പക്ഷെ എവിടെയെങ്കിലും പറഞ്ഞു ഇവൻ ഞാൻ തിയേറ്ററാണ് കുറേ പേര് എനിക്ക് വാർഡിൽ അറിയാം. ഇവിടെ ഇനിയൊരു ഗുഡ് തിങ് ഇസ് ലൈക്ക് നെയിം പറയുന്നില്ല, എൻ്റെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വേറെ ഐ വർക്ക് ഓർ ഈവൻ മിഷൻ ഹോസ്പിറ്റൽ, ഞാൻ ചെന്നൈയിലെ കല്യാണ ഹോസ്പിറ്റലിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓർ പേഷ്യൻ്റ് ആയിട്ട് വെല്ലൂരിൽ പോയപ്പോഴും അത്ര ഒരു അതായത് ഈ ഫാക്കൽറ്റി റേഞ്ചിൽ, അതായത് MSc എല്ലാം കഴിഞ്ഞിരിക്കുന്നവർ ദേ വോണ്ട് മിങ്കിൾ വിത്ത് ദ പേഷ്യൻസ് ഓർ ദ ക്ലിനിക്കൽ സൈഡ്. നഴ്സ് കോളേജ് സൈഡ് വേറെ, ഐ മീൻ ടീച്ചിങ് സൈഡ് വേറെ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ഥലത്തും ലാസ്റ്റ് 10 years എക്സെപ്റ്റ് കാരക്കോളം. ആൻഡ് ഐ ടോട്ടലി അപ്രീഷിയേറ്റ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി എന്ത് പഠിപ്പിക്കുന്നതോ പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ഇവിടെ ഒരു മാനേജ്മെന്റ് സൈഡ് ആയാലും ഇവിടെ സീനിയർ ആയിട്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് എന്നും ഐ മീറ്റ് ദം ഇൻ ICU ആൻഡ് ഇൻ ദ വാർഡ്സ്. സോ they are aware.
അല്ലാതെ പലരും ജസ്റ്റ് പഠിച്ചിട്ട് ഒരു ക്ലിനിക്കൽ സ്കിൽസ് ഇല്ലാതെ ഡയറക്റ്റ് ടീച്ചിങ് സൈഡിലുള്ളവരെയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. എക്സെപ്റ്റ് ഇൻ കാരക്കോണം ട്രൂലി ഇൻവോൾവ്, പഠിപ്പിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ്, പ്ലീസ് സ്റ്റുഡൻസ്, നിങ്ങൾ ഇനിയിപ്പോൾ പോകുമ്പോൾ പല ഡിഫറെൻറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഓർ വിൽ ഗോ അബ്രോഡ് ആൻഡ് ഡിഫറെൻറ്റ്, ഈ ഹംബിൾനെസ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആസ് സർ സെഡ്, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നഴ്സിംഗ് പ്രൊഫഷൻ തന്നെ എല്ലാവരും ഒരു ഏഞ്ചൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു പേഷ്യൻ്റ് ആയാലും അവരുടെ അടുത്ത് പോകുമ്പോൾ ആൻഡ് മെനി ടൈംസ് സാലറി ഇഷ്യൂസ് അത് തരുന്നാൽ പോലും ഒരു സിസ്റ്റർ പോലും വാർഡിൽ ഒരു പേഷ്യൻറ്റിനെ വഴക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. വെരി റെയർ. ഓക്കെ, സോ ഈ ഒരു കാര്യം കാരക്കുളത്ത് നിന്ന് എല്ലാ സ്റ്റുഡൻസും പഠിക്കേണ്ടതാണ്. ടേക്ക് യുവർ ഫാക്കൽറ്റീസ് ആസ് യുവർ റോൾ മോഡൽ ആൻഡ് പ്ലീസ് പ്രാക്ടീസ് the way they are. Even lastly, regarding NSA, as the name implies, it's a truly service-oriented and രാവിലെ ഞാൻ അറിഞ്ഞത് you have done the alcohol with the alcohol against ആയിട്ടുള്ള ക്യാമ്പ്സ് എന്നോ ഇനിയും കൂടുതൽ ക്യാമ്പുകൾ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മെഡിസിൻ പി ജി ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡെത്ത് ഞാൻ ട്രാൻഡ്രത്തിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ളത് ബിക്കോസ് ഓഫ് ദ ക്രോണിക് ലിവർ ഡിസീസ്. സോ മെനി ഫാമിലീസ് ഗെറ്റ് സ്പോയിൽഡ്, the whole life of the children gets spoiled if the father is an alcoholic. So let's join together, make more campaigns against alcoholism. രണ്ടാമത്തത്, ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് ഒ പി വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി സീയിങ് ദാറ്റ് 5 rupees challenge donation for the patients. It's a really good thing, and truly on this venue I don't feel shameful to say that all the other students in the college should learn from the nursing college few things. ഒന്ന്, ഏതെങ്കിലും ഒരു ഇവന്റ് നടത്തിയ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളത് കോളേജ് ഹാസ് ബീൻ ദ എക്സെപ്ഷൻ ആയിട്ട് എല്ലാ പ്രാവശ്യം ലാസ്റ്റ് 2-3 years ആയിട്ട് കാണുമ്പോൾ യു ഗൈസ് ഹാവ് ബീൻ ദ ടോപ്പ് മോസ്റ്റ് ഇൻ ഡൂയിങ് തിങ്സ് ആൻഡ് ഹെൽപ്പിംഗ് പീപ്പിൾ. സോ പ്ലീസ് ഡു മോർ ഹെൽപ്പ് ടു others and let others learn from you. Okay, thank you. Second prize goes to SM5. Then for organic paper craft competition, topic on imagination, first prize goes to Annie from 3rd year. Third prize goes to Gia, first year. Second prize goes here. Diversity. First prize goes to Kripa. Lakshmi from 2nd year. Hargesh from 3rd year. I request the
staff. നമുക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്നും നേരെ ചെയ്യാൻ പറ്റാത്തത് കാരണം ഇത്രയും ദിവസമുള്ള പരിപാടിക്ക് കുറച്ച് ലാഗായിരുന്നു. അതിന് മെയിൻ കാരണം നമുക്ക് 4 ഡേയ്സിന് പോസ്റ്റിംഗ് വന്നായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് കോൺടാക്ട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജൂനിയേഴ്സിനെ ഓരോന്നിനു വേണ്ടി വിളിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായാലും എല്ലാത്തിനും കുറച്ച് ലാഗൊക്കെ ആയി വന്നതിന് ഫ്രണ്ട്സിനോട് ജൂനിയർ പിള്ളേരാണ്. നമ്മുടെ പിള്ളേരോട് പറ്റാത്ത അവസ്ഥ തന്നെയാണ്. പക്ഷേ ജൂനിയേഴ്സ് ഓരോ കാര്യം വേണ്ടി ചെയ്യിപ്പിക്കുമ്പോഴും പേര് പറയാനാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ കാര്യം വേണ്ടി ചെയ്യിപ്പിക്കുമ്പോഴും ചെയ്യാൻ ചേച്ചി ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് പൈറപ്പി ചാലഞ്ചിനൊക്കെ ആണെങ്കിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ നമ്മൾ ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെയൊക്കെ തന്നെ ഞാൻ ചോദിക്കുന്നതിന് പകരം അവർ അങ്ങോട്ട് ഇങ്ങനെ പരിപാടിയാണ് നമ്മുടെ അപ്പോൾ പൈറപ്പി ചാലഞ്ചാണ്, എത്രത്തോളം നിങ്ങൾക്ക് ക്യാഷ് ഇടാൻ പറ്റുമോ അരക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. താങ്ക്സ് ടു മൈ ജൂനിയേഴ്സ്. പിന്നെ എല്ലാവരും 1 വീക്ക് NSS ക്യാമ്പയിൻ നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇയർ തൊട്ട് നന്നായിട്ട് ഇതിലും അപ്പുറമായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ജൂനിയേഴ്സ്, താങ്ക്സ് ടു ഓൾ. താങ്ക് യു. Thank you, Rashmi, everyone. So I am very happy to see you, and so we have reached the end of the beautiful event, and I take this opportunity to put my gratitude into words. Our first and foremost thanks is to God Almighty for making this event a grand success, and it's been a very fascinating and very engaging of these 6 days. As you know, 6 days of NSS camp was organized from 19th to 24th, and as a part of this program, the annual camp was flagged off MLA C.K. Harindran. Based on the topic hazards of alcoholism, our students was performed by flash mobs with mic, and a rally was held from Karakoram Junction to our CSI College of Nursing Karakoram. Following this, we have done food distribution among the needy people. We have also given financial support for poor patients through our 5P challenge program, and our students created a good hygienic environment by cleaning and planting trees. They have actively participated in many competitions which are conducted by NSS. It's a time to convey our gratitude to all who have extended their support and to make this event successfully. Now I take this golden opportunity to thank the respected chief guest of this function in his absence, Mr. Navani, Panchayat President, for attending this function. In his busy schedule, we will cultivate the advice you gave in his real life in his absence. Thank you, sir. And I also want to thank Dr. Usha, Professor of Gynecology Department, for active participation in our event. She's truly made this day lightning for us in his her absence. Thank you, ma'am. And we extend a sincere thank to Dr. Kabin, sir, Professor, Department of Surgery, for stimulating the wishes and aspirations for the rising generation. Thank you, sir. I would also like to express our heartfelt thanks to Mrs. Leena, ma'am, Professor, Assistant Professor, Department of Neurology, for giving an excellent coverage to her ideas. We are all inspired by your great words, ma'am. Thank you, ma'am. And we are always indebted to our principal, Mrs. Y.D. Sudha Baby, in her absence, for being a source of power and inspiration and for their efforts to make today's program success. So, in her absence, thank you, ma'am. I would like to express my profound gratitude to our Vice Principal, Mrs. Raja, ma'am, for her blessings and motivation. Thank you, ma'am. My heartfelt thanks to all the faculty members, especially Sridhara, Assistant Coordinator of the NSS, for their valuable contribution, guidance and encouragement in all our efforts. Thank you all. I thank my students for enthusiastically arrange this function. Without you, the function could not be a success. Thank you, my dear students. I also thank our NSS volunteers for helping us throughout this program, especially Ms. Rashmina, Chairperson.
thank you. I would like to thank non-teaching staff, especially Daivish, technical member, known and unknown hands, and Mr. Chetan, contributed for the success of this program. Thank you. And once again, I thank Onna and Joel wholeheartedly. Be happy, be right, be you, love each other. Thank you.